നല്ലൊരു മഴ പെയ്തു തോർന്നു. ഇന്ന് രാവിലെ മുതൽ നല്ല മഴയായിരുന്നു. ഇപ്പോൾ രണ്ടാമത് മഴയ്ക്കുള്ളൊരു തയ്യാറെടുപ്പാണ്. ആകാശമൊക്കെ ഇരുണ്ട് മൂടിയോണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വൈകിട്ട് ചായക്ക് പരിപ്പ് വടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മഴയത്ത് ഒരു കട്ടൻ ചായയും പരിപ്പ് വടയൊക്കെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടലപ്പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു 3 ഉണക്കമുളകും വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 2 എണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒരു കഷ്ണം അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും. മിക്സിയുടെ ജാറിലേക്ക് കുതിർത്തി വെച്ച കടലപ്പരിപ്പും മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ പെരിഞ്ചീരകം, 1/2 സ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ച ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ചെറിയ ബോൾസായിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കണം. പിന്നെ നമ്മൾ കുറച്ച് ഓയിൽ ചൂടാവാനായിട്ട് ഒരു പാനിൽ ഒഴിച്ചിട്ട് സ്റ്റൗവിൽ വെക്കുക. എണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ ഈ ബോൾസ് കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് പതുക്കെ പ്രസ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് നല്ല ബ്രൗൺ കളറാകുമ്പോൾ കോരിയെടുത്താൽ മതി. പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. പണ്ടൊന്നും എൻ്റെ കുട്ടിക്കാലത്തൊന്നും പരിപ്പ് വട വീട്ടിലൊന്നും ഉണ്ടാക്കി തന്നിരുന്നില്ല. വല്ലപ്പോഴും അച്ഛൻ കടയിൽ നിന്ന് ചായക്കടയിൽ നിന്നൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടാണ് തന്നിരുന്നത്. അന്നൊക്കെ മഴയുള്ള വൈകുന്നേരങ്ങളിൽ കുറച്ച് കട്ടൻ ചായയും മിച്ചറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വളരെ മനോഹരമായിരുന്നു അന്നത്തെ വൈകുന്നേരങ്ങളൊക്കെ. അപ്പോൾ പരിപ്പ് വട ഇവിടെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.